Hello everyone. Question number 14 തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. Okay. The question says we have a wire stretched between two rigid supports vibrates in its fundamental mode. Vibrates in its fundamental mode with a frequency of 45 Hz. Okay. ഫസ്റ്റ് പോയിന്റ് എന്നാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഫണ്ടമെന്റൽ മോഡ് ആണ്. ഫ്രീക്വൻസി 45 Hz ആണ്. The mass of the wire is 3.5 into 10 raised to minus 2 kg. Mass of the wire is given. And its linear mass density is also given. Linear mass density means mass divided by length. We have to find out what is the speed of a transverse wave on the string and tension in the string. Okay. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഫണ്ടമെന്റൽ മോഡിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഏത് മോഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ മോഡ്. ഓക്കെ. സോ നമ്മൾ ജസ്റ്റ് ഞാൻ റബ് ചെയ്ത് കളയട്ടെ. സോ ഫണ്ടമെന്റൽ മോഡ് എവിടെയാണ്? ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഓക്കെ. അവിടെയാണ് നമ്മൾ ഫണ്ടമെന്റൽ മോഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സിംപിളി ഞാനിത് എവിടെയാണ് NCERT പറഞ്ഞിരിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം പഠിച്ചു. യെസ്, ഇതാണ് ഫണ്ടമെന്റൽ മോഡ് ഓർ ഫസ്റ്റ് ഹാർമോണിക് അല്ലെ? നമ്മൾ പഠിച്ചില്ലേ? ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് സ്ട്രെച്ചഡ് സ്ട്രിങ്. സോ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ്? നോഡ് അല്ലെ? നോഡ്. സോ രണ്ട് നോഡിനിടക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? λ/2. ഇവിടെ λ/2 എന്തിന് ഈക്വൽ ആണ്? ലെങ്ത് ഓഫ് ദ വയറിന് ഈക്വൽ ആണ്, എല്ലിന് ഈക്വൽ ആണ്. കറക്റ്റ് അല്ലേ? സോ λ will be 12. Lambda will be 12. We know that velocity v is equal to frequency into lambda. So I can write frequency is equal to v upon lambda, or I can hear v upon 12. Correct alle? Where v is the velocity. So frequency is equal to v by 12 ആണ് the fundamental frequency. So fundamental frequency is nothing but v upon 12. Correct alle? Fundamental frequency is v upon 12. So ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി f is equal to v upon 12. കറക്റ്റ് അല്ലേ? ഫ്രീക്വൻസി ഗിവൺ ആണ്. ലീനിയർ മാസ് ഡെൻസിറ്റി നമ്മൾ എന്താണ് കാണേണ്ടത്? ഫസ്റ്റ് സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രിങ് കാണാം. സ്പീഡ് v കാണണമെങ്കിൽ നമ്മൾ f into 12 ചെയ്താൽ മതി. സോ f into 12. ഇവിടെ എത്രയാണ് ഫ്രീക്വൻസി? 45 Hz ആണ്. ഇൻറ്റു 2 into മാസ് ഓഫ് ദ വയറും ലീനിയർ മാസ് ഡെൻസിറ്റി. ലെങ്ത് ഗിവൺ അല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ലീനിയർ മാസ് ഗിവൺ ആണ്. എത്ര മാസ് ഗിവൺ ആണ്? 3.5 into 10 raised to minus 2 kg. And linear mass density mu equal to, that is mass divided by length, is given 4 into 10 raised to minus 2. 4 into 10 raised to minus 2. ഇത് നമുക്ക് ലെങ്ത് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് will be equal to mass divided by linear mass density. So mass is how much? 3.5 into 10 raised to minus 2 divided by mu is how much? 4 into 10 raised to minus 2. That will be 3.5 divided by 4. 3.5 divided by 4 അല്ലേ? അതല്ലേ വരുന്നത്? 3.5 divided by 4. 3.5 divided by 4. 0.875. 0.875 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. സോ ആ ലെങ്ത് ഇവിടെ കൊടുത്താൽ 0.875 അല്ലേ? 0.875 ലെങ്ത് ഇവിടെ കൊടുത്താൽ എനിക്ക് വെലോസിറ്റി എത്ര കിട്ടും? 45 into 2 into 0.875. That is 2 into 0.875 is 1.75. കറക്റ്റ് അല്ലേ? 1.75. ചെയ്ത് നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി വരുന്നത് 78.75 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത കാണാൻ പറഞ്ഞിരിക്കുന്നത് ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ്. സിമ്പിൾ ആണ്. നമുക്കറിയാം വെലോസിറ്റി ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിങ്, velocity of a transverse wave in a stretched string is velocity equal to root of t divided by linear mass density. So tension will be how much? V square into linear mass density. So velocity നമുക്ക് കിട്ടി, mu നമുക്കറിയാം. So tension കാണാൻ വളരെ സിമ്പിൾ ആണ്. velocity square into mu. velocity square means 78.75 ന്റെ സ്ക്വയർ എടുക്കുക. linear mass density ക്വസ്റ്റ്യനിൽ given ആണ് 4 into 10 raised to minus 2. 4 into 10 raised to minus 2. സോ നമുക്ക് സിംപ്ലി ടെൻഷൻ കിട്ടും. എത്രയാണ് സോൾവ് ചെയ്ത കിട്ടുന്നത്? 248.06 ന്യൂട്ടൺ. 248.06 ന്യൂട്ടൺ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വി ഹാവ് എ മീറ്റർ മീൻസ് 1 meter long tube open at 1 minute. Okay,
tube open at one end with a movable piston at the other end shows a resonance with a fixed frequency source, a tuning fork of frequency 345 Hz. So ഇതാണ് 340 Hz ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെസൊണൻസ് കാണിക്കുന്നത്. So when the tube length is 25 centimeter or 79.3 centimeter, okay, ട്യൂബിന്റെ ലെങ്ത് 25.5 centimeter ഓ അല്ലെങ്കിൽ 79.3 centimeter ഓ, ഈ രണ്ട് ലെങ്തിലും 340 Hz ഫ്രീക്വൻസി ട്യൂണിംഗ് ഫോർക്കിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസൊണൻസ് കാണിക്കുന്നുണ്ട്. Estimate the speed of sound in air at the temperature of the experiment. The edge effects may be negative. Okay. എന്താണ് കാണേണ്ടത് ഇവിടെ നമുക്ക്? സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ, ദാറ്റ് ഈസ് വെലോസിറ്റി v ആണ് നമ്മളിവിടെ കാണേണ്ടത്. സിമ്പിൾ. നമ്മൾ ഇവിടെ പഠിച്ച എന്തായിരുന്നു? ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുള്ള മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൺ എൻഡ് ഓപ്പൺ ആയിട്ടുള്ള ട്യൂബിലുള്ള മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. വൺ എൻഡ് ഓപ്പൺ ആയിട്ടുള്ള ട്യൂബ്സിലെ മോഡ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, നമുക്കറിയാം വൺ എൻഡ് ഓപ്പൺ ആയ ട്യൂബ് ഇവിടെ സി വൺ എൻഡ് ഓപ്പൺ ആയ ട്യൂബ് സിംപിളി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വൺ എൻഡ് ഓപ്പൺ ആയ ട്യൂബിലെ കണ്ടീഷൻ അല്ലേ? സോ വൺ എൻഡ് ഓപ്പൺ ആയ ട്യൂബിൽ നമുക്കറിയാം ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആവത്തുള്ളൂ. എന്നിട്ട് ലാംഡ ഓർ വെലോസിറ്റി v is equal to നമ്മൾ കണ്ടു, ഇക്വേഷൻ കണ്ടു, n+1/2 into v/2, correct അല്ലേ? That is v/4l and like 3v/4l and 5 into v/4l, correct അല്ലേ? n+1/2 into v/2l. So അതാണ് എന്ത്, മോഡ്സ് ഓഫ് വൈബ്രേഷനിൽ വെലോസിറ്റി വൺ ആൻഡ് ഓപ്പൺ ആയ ട്യൂബിൽ എങ്ങനെയാണ് വരുന്നത്? വെലോസിറ്റി v equal to n+1/2 into v/2l, where n can be 0, 1, 2, 3, etc. Correct. Like simply പറഞ്ഞാൽ v/2l ഓഡ് ഹാർമോണിക്സ് ആണ്. നെക്സ്റ്റ് 3v/2l, നെക്സ്റ്റ് 5 into v/2l, കറക്റ്റ് അല്ലേ? ഓക്കെ. സോ ഇവിടെ രണ്ട് കേസിൽ എന്ത് കാണിക്കുന്നുണ്ട് നമുക്ക്? രണ്ട് കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 25.5 79.3 രണ്ട് കേസിൽ നമുക്ക് റെസൊണൻസ് കിട്ടുന്നുണ്ട്. എന്നിട്ട് റെസൊണൻസ് ഫ്രീക്വൻസി എത്രയാണ്? 340 Hz ആണ്. എത്രയാണ് വരുന്നത്? 340 Hz. ഓക്കെ, സോ നമുക്ക് സിമ്പിളി സോൾവ് ചെയ്യാം. വെലോസിറ്റി v is equal to f into lambda. കറക്റ്റ്. വെലോസിറ്റി v equal to f into lambda. ഓക്കെ, നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസ് സപ്പോസ് ഞാൻ v/2l എടുക്കുകയാണ്. ഞാൻ എന്ത് എടുക്കുകയാണ്? v/2l എടുക്കുകയാണ്. ഓക്കെ, v/2l എടുക്കുകയാണ്. എന്ത് ഇവിടെ? ഓക്കെ, ഇത് f ആണ്. ഇത് ഓക്കെ. f is equal to, ഓക്കെ, f ആണ്. ഒന്നാമത്തെ കേസിൽ എടുക്കാണ് v/2l എടുക്കാണ്. സോ എനിക്ക് എങ്ങനെ എഴുതാം? v/2l equal to 340 Hz. ഓക്കെ, ഞാൻ എടുത്തൂടെ L1 equal to, സോ ഇവിടെ നമ്മള് വെലോസിറ്റി v കാണണമെങ്കിൽ 340 into 2 into l, 340 into 2 into l. നമുക്ക് എത്ര എടുക്കാം? ഇവിടെ l എടുക്കാം 25.5. 340 into 2 into 25.5 സെന്റിമീറ്റർ അല്ലേ? സോ 0.25, കറക്റ്റ് അല്ലേ? 0.25. സോ ചെയ്ത് നമുക്ക് കിട്ടും. എത്ര കിട്ടും? വൺ എൻഡ് ക്ലോസ്ഡ് പൈപ്പ് തന്നെ അല്ലേ ഇത്? ഇവിടെ വൺ എൻഡ് ക്ലോസ്ഡ് പൈപ്പ്. യെസ്, ഇവിടെ നമുക്ക് എല്ലാ ഓക്കെ, വൺ എൻഡ് ക്ലോസ്ഡ് പൈപ്പ് തന്നെയാണ് വരുന്നത്. യെസ്. സോ നമുക്ക് സോൾവ് ചെയ്താല് നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് നമുക്ക് വരുന്നത് എത്രയാണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് നമുക്ക് വരുന്നത് 346.8 ആണ്. എത്രയാണ് വരുന്നത്? 346.8. എത്രയാണ് വരുന്നത്? 346.8 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നമുക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ അപ്രോച്ച് ചെയ്യണം നമ്മള്? കാരണം നമുക്ക് എൻ അറിയത്തില്ലല്ലോ. എന്നെ നമുക്ക് അറിയത്തില്ല. സിംപിളി വൺ എൻഡ് ഓപ്പൺ ഇങ്ങനെ എടുത്തൂടെ? ബേസിക് ഫിഗർ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലേ? യെസ്, ക്ലോസ്ഡ് എൻഡിൽ ആന്റിനോഡ് ആയിരിക്കും, ഓപ്പൺ എൻഡിൽ നോഡ് ആയിരിക്കും. സപ്പോസ് ഇതാണ് ലെങ്ത് L1 എങ്കിൽ നമുക്ക് L1 equal to λ1/4 എന്ന് എഴുതിക്കൂടെ? കാരണം ഒരു നോഡും ഒരു ആന്റിനോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ λ1 equal to 4 into L1 എന്ന് വരത്തില്ലേ? നമുക്കറിയാം വെലോസിറ്റി is equal to f into lambda. സോ വെലോസിറ്റി നമ്മൾ കാണേണ്ടത് ഫ്രീക്വൻസി 340 Hz given ആണ്. lambda will be 4 into L1. Velocity equal to 340 into 4 into L1 is 0.255. സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 346.8 meter per second. Okay, done. Yes. Okay, moving to next 15.16. We have a steel rod 100 centimeter long. 100 centimeter long means 1 meter long. Is clamped at its middle. Okay, the fundamental frequency of longitudinal vibrations of the rod are given to be 2.53 kilohertz. What is the speed of
sound in steel? What is the speed of sound in steel? Okay. സോ നമ്മൾ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മിഡിലാണ്. നമ്മൾ മിഡിലിൽ ക്ലാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ക്ലാമ്പ് ചെയ്ത ഭാഗത്ത് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ആന്റിനോഡല്ലേ? യെസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നോക്കിക്കോ. യെസ്. ഓക്കെ. ഇതാണ് എന്ത്? ലെങ്ത് ഓഫ് ദ സ്റ്റീൽ റോഡ്. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് നോഡ് കിട്ടും, ഇവിടെയും നോഡ് കിട്ടും. ഇവിടെ എന്തായിരിക്കും? നമുക്ക് ആന്റിനോഡ് ആയിരിക്കും സെന്ററിൽ. ഓക്കെ. സോ രണ്ട് നോഡിനടുക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? λ/2. സോ നമുക്ക് λ/2 ആയിട്ട് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. സിമ്പിൾ ഈക്വിറ്റി ആണെങ്കിൽ L equal to λ/2. So lambda will be how much? 2L. Lambda will be 2H. We know that F is equal to F into lambda. So velocity is equal to frequency into 2L. Frequency into 2L. Frequency എത്രയാണ് ക്വസ്റ്റനിൽ given? 2.53 kilohertz. That means 2.53 into 10 raised to 3 hertz. 2 into length is 1 meter. Correct length is 1 meter. നമുക്കിത് വരുന്നത് 5.06 into 10 raised to 3 meter per second or 5.06 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് കിട്ടുന്നത്? വെലോസിറ്റി. വേവിന്റെ വെലോസിറ്റി 5.06 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇത് കഴിഞ്ഞു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15.17. നെക്സ്റ്റ് ഇവിടെ എന്താണ് പറയുന്നത്? വി ഹാവ് എ പൈപ്പ് 20 centimeter long closed at one end. Okay, that is odd harmonic. Which harmonic mode of the pipe is resonantly excited by a 430 hertz source? Okay, will the same source be in resonance with the pipe if both ends are open? Okay, speed of sound in air is 430 meter per second. Okay, which harmonic mode? ഒന്നാമത്തെ പാർട്ട് നമുക്ക് സോൾവ് ചെയ്യാം. വിച്ച് ഹാർമോണിക് മോഡ്? നമുക്കറിയാം എന്ത്? ക്ലോസ്ഡ് പൈപ്പ് ആവുമ്പോൾ, വൺ എൻഡ് ക്ലോസ്ഡ് പൈപ്പ് ആവുമ്പോൾ ഫ്രീക്വൻസീസ് എങ്ങനെയാണ് വരുന്നത്? ഓഡ് ഹാർമോണിക്സ് ആണ് നമുക്കറിയാം. വേറൊരു കാര്യം ഇവിടെ അറിയാലോ, ദാറ്റ് ഫ്രീക്വൻസി എങ്ങനെയാണ്? ജനറൽ എക്സ്പ്രഷൻ n+1/2 into V/2L. ഇവിടെ പറയുന്നത് 430 ഹേർട്സ് ആയിട്ടാണ് എന്ത് വരുന്നത്? റെസൊണൻസ് കാണിക്കുന്നത്. സോ 430 ഈക്വൽ ടു നമുക്ക് n അല്ലേ കാണേണ്ടത്? n+1/2 into V/2L. V ഇവിടത്തെയാണ് തന്നിരിക്കുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340. ലെങ്ത് 20 centimeter ലെങ്ത് ആണ്. ദാറ്റ് ഈസ് 20 centimeter മീൻസ് 20 divided by 100 അല്ലെ? ഇപ്പൊ 100 മുകളിൽ പോരത്തില്ലേ? യെസ്. സോ 0 കട്ട് ചെയ്യാൻ വേണമെങ്കിൽ 10ഉം 4ഉം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 5ഉം 2 അല്ലേ? കറക്റ്റ് അല്ലേ? 5 2 അല്ലേ കിട്ടും നമുക്ക്? യെസ്, 5 2. സോ 2 ഇവിടെ നമുക്ക് 170 ആക്കാം. 170. സോ 430 ഈക്വൽ ടു n+1/2 into 170 into 5. 170 into 5. കറക്റ്റ് അല്ലേ? 0 ഇവിടെ കട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് 443 ഈക്വൽ ടു 2n+1. ഇവിടെ നമുക്ക് into 2 എഴുതാം. 2n+1 കറക്റ്റ് അല്ലേ? into 17 into 5 എത്ര വരുന്നത്? 85. So 2n+1 equal to 2 into 43 divided by 85. That is how much? 86 divided by 85. 86 divided by 85. 86 divided by 85. എത്രയാണ് 86 divided by 85? 86 divided by 85 വരിക? 86 divided by 85. 1.01 വന്നു. 1.01. 2n equal to ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. n+1/2 അതന്നല്ലേ നമ്മൾ ജനറൽ എക്സ്പ്രഷൻ? n+1/2. യെസ്, അതിനാണ് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ. സോ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ 2n equal to 0 കിട്ടും. ദാറ്റ് ഈസ് n equal to 0. n equal to 0 means n+1/2 into V/2L കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? V divided by 4L. That is fundamental harmonic അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഹാർമോണിക് ആണ് വരുന്നത്. എത്രയായിട്ടാണ് വരുന്നത്? ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് എന്ത് കാണിക്കുന്നത്? റെസൊണൻസ് കാണിക്കുന്നത്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് എന്ത് കാണിക്കുന്നത്? റെസൊണൻസ് കാണിക്കുന്നത്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് എന്ത് കാണിക്കുന്നത്? റെസൊണൻസ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. മൂവിംഗ് ടു നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യം എന്ത് ചെയ്യട്ടെ, പെട്ടെന്ന് നോക്കി അറൈസ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് we have a two sitar strings A and B playing the note Ga are slightly out of tune and produce beats of frequency 6 Hz. The tension in the string A is slightly reduced and the beat frequency is found to reduce 3 Hz. If the original frequency of A is 324 Hz, what is the frequency of B? What is frequency of B? Again, this is a very beautiful ചോദ്യമാണ്. സിംപിളി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്തു. ഒന്നാമത്തത് എന്താണ് തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ? ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ് എ. ഓക്കെ, ഇതിൽ ഓരോ തന്ന കാര്യം നമുക്ക് എടുത്തെഴുതാം. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് എ, സൗണ്ട് എ എത്രയാണ് വരുന്നത്? 324 ഹെർട്സ്. ഓക്കെ, രണ്ടാമത്തത് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ബി, അത് നമുക്ക് അറിയില്ല, എഫ് ബി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അടുത്തത് ബീറ്റ് ഫ്രീക്വൻസി. ബീറ്റ് ഫ്രീക്വൻസി എത്രയാണ് ഗിവൺ? ദാറ്റ് ഈസ് ഐ ആം ടേക്കിംഗ് n, that is given 6 Hz. ഓക്കെ, നമുക്കറിയാം ബീറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? ബീറ്റ് ഫ്രീക്വൻസി വരുന്നത് മോഡ് ഓഫ് എഫ് എ പ്ലസ് ഓർ മൈനസ് എഫ് ബി അല്ലേ? കണ്ടതല്ലേ എൻസിആർടിയിലെ ബീറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ? ഞാനത് ഡിസ്കസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. സ്റ്റിൽ സിമ്പിൾ ആണ്. സി, ബീറ്റ്സ് അറൈസ് when two waves having slightly different frequencies, correct, comparable amplitude are superposed. The beat frequency is nu1 minus nu2. That is the, നമുക്ക് മോഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം, പ്ലസ് ഓർ മൈനസ് വെക്കാം. ഓക്കെ, മോഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ഓർ മൈനസ് കൊടുക്കാം. എഫ് എ പ്ലസ് ഓർ മൈനസ് അതിന്റെ മോഡാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്താൽ ബീറ്റ് ഫ്രീക്വൻസി ആറാണ്, 324 പ്ലസ് ഓർ മൈനസ് എഫ് ബി. കറക്റ്റ് അല്ലേ? സോ എഫ് ബി എന്തായിട്ട് കിട്ടും? എഫ് ബി എന്തായിട്ട് കിട്ടും? രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ 330 ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 318 ആവാം അല്ലെ? രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ 330 ഹെർട്സോ അല്ലെങ്കിൽ എന്താവാം, 318 ഹെർട്സ് ആവാം. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഒരു കാര്യം അറിയാം, ഫ്രീക്വൻസി അടുത്തെന്താ ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റൻ ഒരു ഹിന്റ് എന്നിട്ടുണ്ട്. എന്താണ് ഹിന്റ്? The tension in the string A is slightly reduced and the beat frequency is found to reduce 3 Hz. ടെൻഷൻ കുറച്ചാൽ ബീറ്റ് ഫ്രീക്വൻസിക്ക് എന്താ സംഭവിക്കുക? അപ്പൊ ഫ്രീക്വൻസിയും ടെൻഷനും തമ്മിലുള്ള റിലേഷൻ എന്താ? ഫ്രീക്വൻസിയും ടെൻഷനും തമ്മിലുള്ള റിലേഷൻ, ടെൻഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസിയും കുറയും. ഓക്കെ, ആക്ച്വലി ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആണ്. എങ്ങനെ കിട്ടി? സിമ്പിൾ, നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി അപ്പോൺ മ്യൂ. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. പിന്നെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. സോ ഫ്രീക്വൻസി എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെൻഷൻ ആണ്. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ടെൻഷൻ കുറക്കുമ്പോൾ എന്തും കുറയും, ഫ്രീക്വൻസിയും കുറയും. സ്വാഭാവികം അല്ലേ? സോ ഫ്രീക്വൻസി കുറയേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി എഫ് ബി എന്താവാൻ പാടില്ല, 330 ആവത്തില്ല. കാരണം 324 കൂടത്തില്ല, കുറയത്തേ ഉള്ളൂ. സോ അവർ ആൻസർ വിൽ ബി 318 ഹെർട്സ്. ഓക്കെ, 318 ഹെർട്സ്. ഓക്കെ, മൂവിംഗ് ടു നെക്സ്റ്റ് 10.19. Okay, explain why or how in a sound wave a displacement node is a pressure antinode and vice versa. Okay, നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ എ സൗണ്ട് വേവ്. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇൻ എ സൗണ്ട് വേവ് എടുക്കുകയാണെങ്കിൽ എ ഡിസ്പ്ലേസ്മെന്റ് നോഡ് is a pressure antinode. And vice versa. In a sound wave, a displacement node is a pressure antinode and vice versa. So displacement node തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് നോഡ് എന്തായിരിക്കും സൗണ്ട് വേവില്? പ്രഷർ ആന്റിനോഡ് ആയിരിക്കും. ഓക്കെ, യെസ്. Okay, that is done. അടുത്തത്, bats can ascertain distances, directions, nature and sizes of the obstacles without any eyes. Because see, bats emit very high frequency ultrasonic sound waves. So these waves get reflected back towards them by obstacles. So a bat receives a reflected wave and estimate the distance, direction, anything. Bats എന്തിന്റെ ആവശ്യമില്ല? കണ്ണിന്റെ ആവശ്യമില്ല. അവരെന്ത് ചെയ്യുന്ന, അവർ അൾട്രാസോണിക് സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും? ഒബ്സ്റ്റക്കിൾസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാറ്റ്സ് നാവിഗേഷൻ ചെയ്യും. ചിലപ്പോൾ എൻസിആർടിയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ ബാറ്റിന്റെ കാര്യം എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇതിലുണ്ടോ? ഓക്കെ, ഇതിലും മെൻഷൻ ചെയ്തിട്ടില്ല. സ്റ്റിൽ നമുക്കറിയാലോ. യെസ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ വയലിൻ നോട്ട് ആൻഡ് സിതാർ നോട്ട് may have the same frequency, yet we can distinguish between the two notes because the overtone produced by sitar and a violin and the strength of these overtone are different. Hence, one can distinguish between the notes produced by a sitar and a violin even if they have the same frequency. See, there is a difference of strength of the overtone. That's why we can distinguish. B. Solids can support both longitudinal and transverse wave, but only longitudinal waves can propagate in gases. Correct alle? Because both the solids and fluids have their respective bulk moduli. They can sustain compressive stress, hence longitudinal waves can propagate through solids and fluids, but can't through gas. Okay. Next, the shape of a pulse gets distorted during propagation in a dispersive medium because a pulse is actually combination of waves having different wavelength. So these waves travel in dispersive medium with a different velocity. Depending on the nature of the medium, the results in the distortion of the shape of a wave pulse. Okay. Yes. Moving to next question. 15.20. A train standing at the outer signal of a railway station blows a whistle of frequency 400 Hz in still air. What is the frequency of the whistle for a പ്ലാറ്റ്ഫോം ഒബ്സർവർ? ഓക്കെ, ഇത് നമ്മൾ ചെയ്തല്ലേ? 15.20, 15.21 നമ്മൾ എന്ത് ചെയ്താണ് സോൾവ് ചെയ്തതാണ് ഡോപ്പർ ഇഫക്റ്റിന്റെ അവിടെ. ഓക്കെ, നമുക്കിനി 15.22 സോൾവ് ചെയ്യാം. എന്ത് സോൾവ് ചെയ്യാം? 15.22. Okay, a traveling harmonic wave. This is described by 7.5 sine 0.0050 x plus 12t plus pi by 4. What are the displacement and velocity of oscillation of a point at x is equal to 1 centimeter and t equal to 1 second? Is this velocity equal to the velocity of wave propagation? Simple ആണ്. നമുക്ക് ജസ്റ്റ് എന്താ മതി, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുക. y equal to 7.5 sine 0.0050x 0.005x plus 12t plus pi by 4. ആദ്യം നമ്മൾ എന്താണ് കാണേണ്ടത്? എക്സ് 1 ആവുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കാണേണ്ടത്? അതല്ലേ നമ്മൾ കാണേണ്ടത്? സോ കണ്ടുപിടിക്കാം. സോ y equal to എക്സിന് 1 കൊടുക്കണം, 7.5 സൈൻ. എക്സിന് 1 കൊടുക്കുക 0.005 പ്ലസ് ടിക്ക് 1 കൊടുക്കുക 12 പ്ലസ് 5/4. കറക്റ്റ് അല്ലേ? വരുന്ന 7.5 സൈൻ ഓഫ് 12.005 പ്ലസ് 5/4. സോ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻ ആയിരിക്കും മാത്തമാറ്റിക്കലി. ഈ സൈൻ ഓഫ് 12.005 പ്ലസ് 5/4 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിന് പ്രൊസീഡ് ചെയ്യാം? ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. 12.005 പ്ലസ് പൈ എത്രയാണ്? 3.14. സോ 3.14 ഡിവൈഡഡ് ബൈ 4. സോ നമുക്ക് എത്ര കിട്ടും എന്നറിയാവോ? 12.79 കിട്ടും. 12.79 റാഡ് കിട്ടും. സോ നമുക്ക് എഴുതാം 7.5. ഓക്കെ, ഈ റേഡിയൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിഗ്രിയിലേക്ക് മാറ്റണ്ടേ? സോ ഇനി നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ? 180 ബൈ പൈ കൊണ്ട് ഗുണിക്കണ്ടേ? സോ 180 ബൈ പൈ, ദാറ്റ് ഈസ് 3.14 ഇൻറ്റു 17.79. നമ്മൾ ഗുണിച്ചാൽ കിട്ടുന്നത് 73281 ഡിഗ്രി ആണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 7.5 സൈൻ 732.81 ഡിഗ്രി ചെയ്താൽ നമുക്ക് കിട്ടുന്നു ആൻസർ. എത്ര കിട്ടുന്നത്? ആൻസർ കംസ് ഔട്ട് ആസ് 1.663 സെന്റിമീറ്റർ. 1.663 സെന്റിമീറ്റർ. ഇനി നമുക്ക് പാർട്ടിക്കിൾ വെലോസിറ്റി കാണാൻ ഇതിനെന്ത് ചെയ്യണം?
ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി, പാർട്ടിക്കിൾ വെലോസിറ്റി കിട്ടും. ഇനി വേവിന്റെ പ്രൊപ്പഗേഷൻ വെലോസിറ്റി സിമ്പിൾ ആണ്. പ്രൊപ്പഗേഷൻ വെലോസിറ്റി എന്താ വരിക? പ്രൊപ്പഗേഷൻ വെലോസിറ്റി വിൽ ബി ഒമേഗ അപ്പോൺ കെ. ഇവിടെ ഒമേഗ എത്രയാണ്? ഒമേഗ വിൽ ബി 12. ദാറ്റ് ഈസ് 12 അപ്പോൺ കെ എത്രയാണ്? 0.005. ദാറ്റ് ഈസ് 5 into 10⁻³ that is 12 upon 5 into 10⁻³ that is 2.4 into 10⁻³ meter per second ആണ് വേവിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ വെലോസിറ്റി വരിക. ഓക്കെ, സെന്റിമീറ്റർ അല്ലേ ഇവിടെ തന്നിരിക്കുന്ന? സെന്റിമീറ്ററിലല്ല. യെസ്, ഓക്കെ. Locate the points of the string which have the same transverse displacements and the velocity as the axis equal to 1 centimeter, point at t equal to 2, 5, 11. Again നമുക്ക് സെയിം അപ്രോച്ച് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, we have a beautiful ചോദ്യം. We have a sonar system fixed in a submarine, operates at a frequency of 40 kilohertz. An enemy submarine moves towards the sonar with a speed of 360 km/h. What is the frequency of sound reflected by the submarine? Take the speed of sound in water to be 1450 meter per second. So, ഇതാണ് നമ്മളെ സോണാർ സിസ്റ്റം എന്ന് വിചാരിച്ചു. അത് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ്? 40 kHz. ഇതിലാണ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി 40 kHz. ഓക്കെ, 40 kHz. 40 kHz. An enemy submarine moves towards the sonar with a speed of 360 km/h. So സബ്മറീൻ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഡിലാണ്? 360 km/h. 360 km/h. What is the frequency of sound reflected by submarine? സോ നമുക്ക് ഇത് അഗെയിൻ അല്ലെ റിഫ്ലക്റ്റഡ് ബൈ കണ്ടീഷൻ ആണ്. സോ ഇവിടെ സൗണ്ട് എത്തുന്നു, റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, എത്രയാണ് ഫ്രീക്വൻസി റിഫ്ലക്ട് ചെയ്തത്? And take the speed of sound in water is 1450 meter per second. What is the frequency of sound reflected by submarine? Okay, frequency of sound reflected by submarine. Frequency of sound reflected by submarine. Okay, velocity of sound in water എടുക്കേണ്ടത്, velocity v എടുക്കേണ്ടത് 1450 meter per second. 1450 meter per second. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഇതിപ്പം ഡോപ്ലർ ഇഫക്റ്റ് ആണ്, ചോദ്യം ഡോപ്ലർ ഇഫക്റ്റ് ആണ്. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ഇക്വേഷൻ അല്ലേ, വെലോസിറ്റി is frequency is equal to v upon v plus or minus vo. V plus or minus vo. V plus or minus vo divided by v plus or minus vs into f. Here is f dash, that is apparent frequency. V plus or minus vo divided by v plus or minus vs, where vo is velocity of observer. Direct observer submarine, velocity of observer, and vs is velocity of source. Velocity of source. Okay, നമുക്കിവിടെ വെലോസിറ്റി ഓഫ് ഒബ്സർവർ ഉണ്ടല്ലോ, vO, കാരണം സബ്മറീൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ 360 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? സോ 5/8 നമുക്ക് 100 meter per second കിട്ടും. എത്ര കിട്ടുന്ന? 100 meter per second. നമുക്കിവിടെ കൊടുത്താല് സബ്മറീൻ ആദ്യം കിട്ടുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി എത്രയായിരിക്കും? അപ്പാരന്റ് ഫ്രീക്വൻസി വിൽ ബി f dash equal to v is how much? 1450. പ്ലസ് വെക്കണം, മൈനസ് വെക്കണം? ഒബ്വിയസ്ലി പ്ലസ്, കാരണം ടുവേർഡ്സ് സോഴ്സ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്ലസ് 100 ഡിവൈഡഡ് ബൈ സോഴ്സ് മൂവ് ചെയ്യുന്നില്ല, സോ vs 0 ആയിരിക്കും. 140 into 40 kHz into 40 kHz. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്താൽ അപ്പാരന്റ് ഫ്രീക്വൻസി f dash എത്ര വരുന്നത്? അപ്പാരന്റ് ഫ്രീക്വൻസി f dash 1550
divided by 1450 into 40. So 155 divided by 145 into 40. Solve ചെയ്താലോ? 155 ഇതിൽ എത്ര അഞ്ചുണ്ട്? 2 5 10, 45 9, 31 divided by 29. 31 divided by 29. 1.06. 1.06 into 40. That is 10.6 into 4. This 2 for 2 remaining 2 for 24. 42.4 kilohertz. 42.4 kilohertz. 42.4 kilohertz. Okay. ഇനി നമുക്ക് റിഫ്ലക്റ്റഡ് സൗണ്ടിന്റെ ഫ്രീക്വൻസി അല്ലേ കാണേണ്ടത്. സോ നമ്മൾ രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യും? സിനാരിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ ഉൾട്ടയാക്കുക. ഇപ്പൊ ആരാണ് നമ്മളെ സോഴ്സ്? സബ്മറീൻ. സബ്മറീൻ എത്രയിലാണ് ഫ്രീക്വൻസി പറയുന്നത്? ഫ്രീക്വൻസി സൗണ്ട് 42.4 kilohertz. ഓക്കെ. ഇവിടെ ആരാണ് ഒബ്സർവർ? ഒബ്സർവർ ആരായിരിക്കും? ഒബ്സർവർ നമ്മളെ സോണാർ സിസ്റ്റം ആയിരിക്കും. സോ ഇത് സോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് 100 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ക്വസ്റ്റൻ കൊടുക്കുകയാണ് എഫ് ഡാഷ് അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ് ഇൻറ്റു എഫ്. സോ ഇവിടെ എഫ് ഡാഷ് വിൽ ബി ഒബ്സർവർ മൂവ് ചെയ്യുന്നില്ല. 1450 ഡിവൈഡഡ് ബൈ 1450 മൈനസ് അടിക്കല് ടുവേർഡ്സ് ഒബ്സർവർ അല്ലേ സോഴ്സ് മൂവ് ചെയ്യുന്നത്, ഇൻറ്റു minus 100 divided into 424. So നമുക്ക് സോൾവ് ചെയ്താൽ 1450 divided by 1350 into 42.4 or 145 divided by 135 into 42.4. വരുന്നത് 145 divided by 135. 145 divided by 135. 1.07 into 2.4, that is 45.5. There are 45.5 kilohertz ആയിരിക്കും റിഫ്ലക്റ്റഡ് സൗണ്ടിന്റെ എന്ത് വരുന്നത്? ഫ്രീക്വൻസി വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഇത്രയും കാര്യം ഞാൻ എന്ത് ചെയ്യട്ടെ, ജസ്റ്റ് അടുത്ത ചോദ്യം എന്താ പറയുന്നത്? Earthquakes generate sound waves inside the earth. Unlike a gas, the earth can experience both transverse and longitudinal sound waves. Earth can experience both transverse and longitudinal waves. അല്ലേ? ബിക്കോസ് എർത്ത് സോളിഡ് ആണല്ലോ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ലെ സോളിഡ് ആണല്ലോ എർത്തിന്റെ അകത്തുള്ളത്. സോ രണ്ട് വേവ് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. Typically, the speed of S, that is transverse wave, is about 4 kilometer per second. And longitudinal wave in the sound, longitudinal wave in the speed വരുന്നത് 8 kilometer per second level ആണ്. A seismograph records P and S waves from an earthquake. First P wave arrives 4 minutes before the first S wave. Okay, P wave എത്തുന്നത് 4 minutes before the first S wave. അതായത് S wave എത്തുന്നതിന് 4 മിനിറ്റ് മുമ്പ് എത്തുന്നതിന് P wave എത്തുന്നത്. Assuming the waves travel in a straight line, at what distance does the earthquake occur? To what distance the earthquake occur? ഇത് വളരെ സിമ്പിൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് ട്രാൻസ്വേഴ്സ് വേവ് എസിന്റെ സ്പീഡ് എത്രയാണ്? 4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പിന്റെ സ്പീഡ് എത്രയാണ്? 8 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് 4 മിനിറ്റ് മുമ്പ് എത്തുന്നുണ്ട് അല്ലെ? 4 മിനിറ്റ് മുമ്പ് എത്തുന്നുണ്ട്. സപ്പോസ് എസ് വേവ് എത്തുന്നത് ടി സെക്കൻഡിലാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എത്തുന്നത് മിനിറ്റിൽ. ടി സെക്കൻഡിലാണെങ്കിൽ ഇത് എത്തുന്നത് ടി മൈനസ് ഫോർ മിനിറ്റിലാണ് അല്ലേ? ടി മൈനസ് ഫോർ മിനിറ്റിലാണ് അല്ലേ? യെസ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഓക്കെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഡസ് ദ എർത്ത് ഓക്കർ? അതാണ് ചോദ്യം. സോ 4 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം. ദാറ്റ് വിൽ ബി 40 into 60, ദാറ്റ് വിൽ ബി 240 സെക്കൻഡ്.
ടി മൈനസ് 240 സെക്കൻഡിലാണ് ആരെത്തുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എത്തുന്നത്. സോ നമുക്കറിയാം, സോ സപ്പോസ് ഡിസ്റ്റൻസ് ഞാൻ എന്തെടുക്കാണ്, ഡിസ്റ്റൻസ് ഡി എടുക്കാം. ഓക്കെ, നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലെ. വെലോസിറ്റി ഇവിടെ ഗിവൺ ആണ്. ഒന്നാമത്തത് ട്രാൻസ്വേഴ്സ് വേവിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു 4 കിലോമീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടി. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ ഡി ഈക്വൽ ടു 8 കിലോമീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടി മൈനസ് 24. ഓക്കെ, നമ്മളതിൽ 2 ഇക്വേഷൻ കിട്ടിയില്ലേ? യെസ്. ഇത് നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ഡി ആണ്. നമുക്ക് കാണേണ്ടത് അല്ലെ, നമുക്ക് കാണേണ്ടത് എന്താണ്? ഡി ആണ്. ഓക്കെ, അതിനു മുമ്പ് ഞാനിവിടെ സിംപിളി ഇങ്ങനെ എടുക്കാം. ഇതിന് ടി കൊടുക്കുന്നതിന് മുമ്പ് ഇത് സപ്പോസ് ടി എസ് എടുക്കുകയാണ്, ഇത് ടി പി എടുക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും? 4 ഇൻറ്റു ടി എസ് ഈക്വൽ ടു 8 ഇൻറ്റു ടി പി. ദാറ്റ് ഈസ് ടി എസ് ഈക്വൽ ടു എന്ത് കിട്ടി എനിക്ക്? 2 ടി പി. ടി എസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി? 2 ടി പി. ടി എസ് ഈക്വൽ എന്താന്ന് കിട്ടി? 2 ടി പി. നമുക്കറിയാം അല്ലെ, ടി എസും ടി പിയും നമുക്കറിയാം എന്താണ്, ടി എസും ടി പിയും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് എത്ര ടൈം ഡിഫറൻസ് ഉണ്ട്? 240 സെക്കൻഡിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളത്, അല്ലേ? ആണല്ലോ. സോ നമുക്കറിയാം ടി എസ് ഈസ് ഈക്വൽ ടു 2 ടി പി. സോ 2 ടി പി മൈനസ് ടി പി ഈക്വൽ ടു 240 സെക്കൻഡ് അറിയാലോ. സോ ടി പി ഈസ് ആക്ച്വലി ഈക്വൽ ടു 240 സെക്കൻഡ്. സോ ടി പി 240 സെക്കൻഡ്. സോ അതിവിടെ കൊടുത്താൽ പോലെ ഡിസ്റ്റൻസ് ഡി കിട്ടാന്. ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു 8 ഇൻറ്റു 240. 32 3 ബാക്കി 1920 കിലോമീറ്റർ. 1920 കിലോമീറ്റർ ആണ്. സോ ഹെൻസ് earthquake occurs. നമുക്ക് പറയാം therefore earthquake occurs at a distance of 1920 kilometer from the seismogram. ഈസി. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ടി എസ് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ ടി എസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത്? അവിടെ അപ്പോൾ നമുക്കറിയാം ടി എസ് മൈനസ് ടി പി ഈക്വൽ ടു 240 ആണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് എന്തിന് ഇക്വേഷൻ കൊടുക്കുക? ടി എസിന് കൊടുക്കാം. ടി എസ് ഈക്വൽ ടു 2 ടി പി. അതേപോലെ ടി പിക്ക് കൊടുക്കുക ടി പി, ദാറ്റ് ഈസ് ടി എസ് അപ്പോൺ 2. ടി എസ് അപ്പോൺ 2 that is ts upon 2 which is equal to 240. So 2ts minus ts equal to 480. So ts equal to 480. So distance d equal to equation 4 into 480. 4 into 480. That is 32 3 ബാക്കി again 1920 കിലോമീറ്റർ. ഈസി അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? 1D ചോദ്യമാണ് ഇത്. നമ്മൾ സോൾവ് ചെയ്തതാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്തു. വലിയ ചോദ്യമാണ്. സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ടൈം ബാക്കിയുണ്ടോ? ടൈം വി ഹാവ് ടൈം. നമുക്ക് എന്ത് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, 10.24. ഇതൊക്കെ ഞാൻ എറേസ് ചെയ്ത് കളയട്ടെ. ഓക്കെ യെസ്. One end of a long string of linear mass density. Okay, linear mass density is given 810⁻³ kilogram per meter. It's connected to an electrically driven tuning fork of frequency 256 Hz. Other end passes over a pulley and is tied to a pan containing mass 90 kg. The pulley end absorbs all the incoming energy so that reflected waves at this end have a negligible amplitude. At t equal to 0, the left end, that is the fork end of the string, x is equal to 0, has 0 transverse displacement, y equal to 0 and moving along positive y direction. The amplitude of the wave is 5 centimeter. Write down the transverse displacement y as a function of x and t that describes wave on the string. Okay, so transverse wave on a string ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെപ്രസെന്റ് ചെയ്യേണ്ടത്. നമുക്ക് സിംപിളി അല്ലെ, എന്താണ് ഇക്വേഷൻ വരിക? y ഈക്വൽ ടു a sin ഒമേഗ t മൈനസ് കെ എക്സ് അല്ലെ. ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യേണ്ടത്? ഡിറൈവ് ചെയ്യേണ്ടത്. ആൻഡ് മ്യൂ ഈസ് ഗിവൺ ഹൗ മച്ച്? 8 into 10⁻³ kilogram per meter. Frequency of tuning fork is given 256 Hz. Amplitude is also given 5 centimeter.
Amplitude is given 5 centimeter അല്ലേ? Amplitude, yes, amplitude is given 5 centimeter. Mass of the pan തന്നിരിക്കുന്നതിനാണ്, മാസ് തന്നിരിക്കുന്നത് 90 kg ആണ്. So tension will be obviously mg. So tension will be 90 into 9.8, that is 882 Newton. Okay. So നമുക്കറിയാം velocity of the transverse wave and the velocity of a transverse wave, velocity v equal to root of t divided by mu. So root of t is 882, mu is 8 into 10 raised to minus 3, 8 into 10 raised to minus 3. സോൾവ് ചെയ്താൽ കിട്ടുന്നത് 332 meter per second ആണ്. And again നമുക്കറിയാം omega equal to 2 pi f. So omega will be here 2 into 3.14 into frequency എത്രയാണ് വരുന്നത്? 256. 256. So frequency comes out as how much? So omega comes out as how much? 1.6 into 10 raised to 3 radian per second. And we know അടുത്ത എന്ത് ചെയ്യണം? K കണ്ടുപിടിക്കണ്ടേ? K. We know K equal to 2 pi upon lambda. K equal to 2 pi upon lambda. അത് നമുക്ക് ആദ്യം ലാംഡ കണ്ടുപിടിക്കണ്ടേ? ലാംഡ കണ്ടുപിടിക്കേണ്ട നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. സോ ലാംഡ ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ എഫ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ എഫ്. സോ അടിയിൽ വെലോസിറ്റി, മുകളിൽ ഫ്രീക്വൻസി. 2 pi into 256 divided by വെലോസിറ്റി എത്ര വരുന്നത്? 332. നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നു, എത്ര കിട്ടുന്നത്? 4.84 മീറ്റർ ഇൻവേഴ്സ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കെ കിട്ടുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയില്ലേ? നമുക്ക് കെ കിട്ടി, ഒമേഗ കിട്ടി. നമുക്ക് സിംപ്ലി ക്വസ്റ്റ്യൻ കൊടുത്താൽ y ഈക്വൽ ടു എ സൈൻ ഒമേഗ എത്ര വരുന്നത്? ഒമേഗ 1.6 into 10 raised to 3t minus 4.84 x in mid. എ കൊടുക്കണ്ടേ? സോ എ നമുക്ക് 5 എന്ന് കൊടുക്കാം. നമുക്ക് ഇവിടെ എന്തെന്നെ കൊടുക്കാം? സെന്റിമീറ്റർ തന്നെ കൊടുക്കാം. ഓക്കെ, യെസ്. വേണ്ട, ഇവിടെ നമുക്ക് മീറ്റർ കൊടുക്കാം, കാരണം ഇതൊക്കെ മീറ്റർ ഇൻവേഴ്സ് ഒക്കെ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 0.05 സൈൻ 1.6 3t മൈനസ് 4.84 x മീറ്റർ. ഓക്കെ, കിട്ടിയില്ലടാ? യെസ്. സോ ഐ തിങ്ക് നമ്മളെല്ലാം സോൾവ് ചെയ്തില്ല ഇപ്പോ? യെസ്. ഓക്കെ, നമുക്ക് കുറച്ചാണെങ്കിൽ ഇതും കൂടി നമുക്ക് വായിക്കാം. എന്ത്? സി, എ വേവ് ഈസ് നോട്ട് എ മോഷൻ ഓഫ് മാറ്റർ ആസ് ഹോൾ ഇൻ എ മീഡിയം. എ വിൻഡ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സൗണ്ട് വേവ് ഇൻ എയർ. The former involves motion of air from one place to the other, but the latter, that is wave, involves compression and rarefactions of layers of air. In a wave, energy and not the matter is transferred from one point to other. In a wave, energy and not the matter is transferred from one point to the other. Energy transfer takes place because of the coupling through elastic forces between neighboring oscillating parts of the medium. Energy transfer takes place because of the coupling through elastic forces between neighboring oscillating parts of the medium. Transverse waves can propagate only in the medium with a shear modulus of elasticity. Transverse waves can propagate only in a medium with a shear modulus of elasticity. Longitudinal waves need a bulk modulus of elasticity and are therefore possible in all media. ട്രാൻസ്വേഴ്സ് വേവ്സ് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ളിടത്തിൽ മാത്രമേ പോസിബിൾ ആവും. അതുകൊണ്ട് തന്നെ എയറിൽ പോസിബിൾ അല്ല. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നീഡ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ആർ therefore possible in all media. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് എല്ലാവിടെയും പോസിബിൾ ആണ്. In a harmonic progressive wave of a given frequency, all particles have the same amplitude but different phases at a given instant of time. But in a stationary wave, all particles between two nodes have the same phase at a given instant but have different amplitude. ഹാർമോണിക് വേവിൽ എന്താ സംഭവിക്കുന്നത്? ഹാർമോണിക് പ്രോഗ്രസീവ് വേവിൽ സംഭവിക്കുന്നത് ഡിഫറെന്റ് ഫേസ് ബട്ട് സെയിം ആംപ്ലിറ്റ്യൂഡ്. ബട്ട് സ്റ്റേഷനറി വേവിൽ രണ്ട് നോഡിനടുക്കുള്ള എല്ലാ പാർട്ടിക്കിളിലും ഒരേ ഫേസ് ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്. Okay. Relative to an observer at rest in a medium, the speed of a mechanical wave in that medium depends only on elastic and other properties such as mass density of the medium. It does not depend on the velocity of the source. For an observer moving with the velocity VO relative to the medium, speed of a wave obviously different from V and is going to be V plus or minus V naught. Simple case. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ കണ്ടത് അല്ലെ. വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ കണ്ടു.
structure string root of t upon mu, sound wave that is longitudinal mechanical wave, root of b upon rho, root of y upon rho in a metallic bar. For gases, since b equal to gamma p, speed of sound is v equal to root of gamma p upon rho. Laplace correction നമ്മൾ കണ്ടു. കറക്റ്റ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്റർ എന്ത് ചെയ്യാം, ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. ലാപ്ലേസ് കറക്ഷൻ എല്ലാവരും കണ്ടല്ലേ? റൂട്ട് ഓഫ് ഗാമ പി അപ്പോൺ റോ. ലാപ്ലേസ് കറക്ഷൻ ഇവിടെ യെസ്, ലാപ്ലേസ് കറക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് സ്പീഡ് ഓഫ്